എ.എ.പിക്ക് നിർണായക ദിനമാണ് ഇന്ന്. ഇന്നലെ കൂടിയ 11-അംഗ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഓരോ അംഗങ്ങളുടെയും നിലവിലെ മന്ത്രിമാരുടെയും അഭിപ്രായം കേജ്രിവാൾ നേരിട്ട് തേടിയിരുന്നു. സമിതി യോഗത്തിലെ തീരുമാനം എം.എൽ.എമാരെ കേജ്രിവാൾ അറിയിച്ച ശേഷം ഓരോ എം.എൽ.എമാരുടെ അഭിപ്രായം തേടി പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി പദം ഒഴിയുമെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചത്. പകരം മന്ത്രി അതിഷി മർലേന മുഖ്യമന്ത്രിയായേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളും നിർദ്ദേശിച്ചത് അതിഷിയുടെ പേരാണ് എന്നാണ് റിപ്പോർട്ട്. സുനിത കേജ്രിവാളിന്റെ പേര് കേജ്രിവാൾ നിരാകരിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത്. എം.എൽ.എമാരിൽ നിന്ന് പേര് നിർദ്ദേശിക്കാനാണ് കേജ്രിവാൾ ആവശ്യപ്പെട്ടത്. എന്നാൽ മന്ത്രിസഭയിൽ 2 പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. വനിത എന്നതും ഭരണരംഗത്ത് തിളങ്ങിയതും അതിഷിയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിഷി മർലേനയ്ക്ക് പുറമെ സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട്, ഗോപാൽ റായ്, രാജ്യസഭാ എംപിമാരായ രാഘവ് ചദ്ദ, സഞ്ജയ് സിംഗ് തുടങ്ങിയവരുടെ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഗോപാൽ റായ് പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. കേജ്രിവാളിന്റെ വിശ്വസ്തൻ എന്നതും അനുകൂല ഘടകം. ജാട്ട് സമുദായത്തിലെ സ്വീകാര്യതയും രാഷ്ട്രീയത്തിലെ ദീർഘപരിചയ സമ്പത്തും കൈലാഷ് ഗെഹ്ലോട്ടിന് സഹായകമാകും. ഡെപ്യൂട്ടി സ്പീക്കറും പട്ടികവിഭാഗ നേതാവുമായ രാഖി ബിർളയുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ജനവിധി വന്ന ശേഷം ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂവെന്നാണ് കേജ്രിവാൾ ഞായറാഴ്ച എ.എ.പി പ്രവർത്തകരുടെ യോഗത്തിൽ പറഞ്ഞത്. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട CBI കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് 2 ദിവസം മുമ്പാണ് കേജ്രിവാൾ ജയിൽ മോചിതനായത്. നവംബറിൽ മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹിയിലും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് എ.എ.പിയുടെ ആവശ്യം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.